വരനെ ആവശ്യമുണ്ട്. സുന്ദരിയും സുശീലയുമായ പെൺകുട്ടിക്ക് 18 വയസ്സ് അശ്വതി നക്ഷത്രം. സുന്ദരനും സൽസ്വഭാവിയുമായ വരനെ ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ഭരതൻ പിള്ളയുടെ മോളുടെ കാര്യമല്ലേ? ഇയാളിത് രാവിലെ തുടങ്ങിയല്ലോ ഉണങ്ങിയ ട്യൂണും വെച്ചിട്ട് ഡൈയൊക്കെ മൂക്കുമല്ലായിരുന്നു. ശരി, ആകെ തെറ്റി. ഈ സംഗീതം എന്നൊക്കെ പറയണത് ഒരു ജന്മവാസനയാ. ആ ലതാ മങ്കേഷ്കറെ മോനല്ലേ മൂപ്പര്. നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദം ഓതണ പോലെയാ. ഞാനും ഇത് കുറെ നാളായി കേക്കണേ. ആരോടോ ഈ പോത്തിന്റെ ചെവിട്ടില് വേദം? ഇത് ഏത് കിഴങ്ങനാ? അപ്പൊ പോത്തോ ആയിരിക്കണോ? ആ, പോത്തും സംഗീതൊക്കെ അവിടെ നിക്കട്ടെ. ഇതൊന്ന് വായിച്ച്. ഓണത്തിന്റെ ഇടയിലാണോ മാഷേ പൂട്ട് കച്ചവടം? എന്താ ഓണത്തിന്റെ ഇടയിൽ പൂട്ട് കച്ചവടം നടത്താൻ പാടില്ലേ? അങ്ങനെയൊന്നുമില്ല. വിട്ടു തന്നുണ്ടെങ്കിൽ ഓണായാലും വിഷുവായാലും പെരുന്നാളായാലും ഓക്കെ. അതല്ല മാഷെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാഷ് വെറുതെ തോക്കിന്റെ ഇടയ്ക്ക് കയറി വെടിവെക്കാൻ. ആരാ വെടിവെച്ചേ? അതെ, ഈ തോക്കും മറ്റതൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി. നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ? ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ടാഗോർ. ടാഗോറാണെങ്കിൽ എനിക്കറിയാലോ. ആ ടാഗോർ മൂപ്പർ അമ്മോനാണല്ലോ. കവി എന്താ പറഞ്ഞേ? ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമ്യം കിടക്കാന്ന്. ഒരുമുള്ള ആരെങ്കിലും ഒലക്കപ്പുറത്ത് കിടക്കുന്ന മാഷ് കണ്ടിട്ടുണ്ടോ? പറഞ്ഞു കൊടുക്കി. നിങ്ങളാണ് ഉദാഹരണം പറഞ്ഞത്. ഒരുമുള്ളെങ്കിൽ എങ്ങനെ മാഷ ഒലക്കപ്പുറത്ത് കിടക്കുക? ഒലക്ക് വീതി ഉണ്ടെങ്കിൽ കിടന്നു. ഒലക്കല്ല, കിടക്ക. കുറെ കാലം ഈ തൊല്ലി ഉദാഹരണം കൊണ്ട് കിടക്കണേ. ഞങ്ങൾക്ക് വസൂരി തീരാന്ന് പറയട്ടാ. ഗണപതി മാസം ഞങ്ങളെ യുക്തി പോലെ അല്ല രാവണ്യോ അല്ല മറ്റവർ രണ്ടുപേരും എന്ത് ചെയ്യും? അവര് പിന്നെ നല്ല സുഖമില്ല, കിടപ്പാ. എന്താ സുഖം? വസൂരിയ കൂടിയ സൈസാ. അയ്യോ, അപ്പൊ ഞാൻ വന്ന കാര്യം നടക്കില്ലല്ലോ. അത് പിന്നെ വാടകയുടെ കാര്യമല്ല, അതങ്ങോട്ട് എത്തിക്കാം. അതല്ലേ, ഭരതൻ മുതലാളിയുടെ മകള് കവിതയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാ, ട്യൂഷൻ എടുക്കാൻ. അല്ല രാവിലെ വന്ന് ആര് പറഞ്ഞു? നിങ്ങൾക്ക് വസൂരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു തന്നെ. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? ഞാൻ വാടക വാങ്ങിക്കാൻ വന്നാന്ന് വിചാരിച്ചു. കുട്ടികളെ പഠിപ്പിക്കുന്ന ആളല്ലേ, എന്നിട്ട് ഇങ്ങനെ നുണ പറയാ? ഞങ്ങൾക്ക് വസൂരി ഒന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചോന്ന്. ഇനി മുതൽ വാടക വേണ്ടെന്നും പകരം ട്യൂഷൻ എടുത്താൽ മതി മുതലാളി പറഞ്ഞു. ശരി, അപ്പൊ ഞാൻ പോട്ടെ. ഒരുമാതിരി മനുഷ്യനെ വടിയാക്കണ പരിപാടി ഉണ്ടല്ലോ. ഈ അവിഞ്ഞ വർത്താനം വേണ്ട. മേലിൽ ആര് വാടക വെച്ചു വന്നാലും ഞങ്ങൾക്ക് വസൂരി തന്നെ പറഞ്ഞേക്ക്. അതെ, പട്ടര ഞാൻ കൂടെ താമസിപ്പിച്ചാൻ തീരുമാനിച്ചതാ. നിക്കണോ ഇവിടെ? മാഷേ, ചായ ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് മാഷ് വന്നിട്ട് കുറേ നേരമായോ? ഏയ്, ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? അവിടെയാ. നടന്നോളൂ നടന്നോളൂ നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ. എവിടെയാ? ഇവിടെ. ഓ ഓ, തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടൊന്നുള്ള പറയല്ല. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാറ്. നമുക്ക് എന്തെങ്കിലും കുറേശ്ശെ തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ? ക്ലാസ് തുടങ്ങാന്ന് പറയാ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, ഗമ പദാനിസ മുഷ്കരനല്ല ഞാൻ. പശീലേ
എന്നാ ഇനി കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. അല്ല മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്ന് അർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, അയ്യോ എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? ആ എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ ഈ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നള്ളി പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്. പൊട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിക്കാൻ എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, എണ്ടി, എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്ത്? എന്നിട്ട് ഒന്ന് വേഗം പറഞ്ഞു തൊലകിടി. സമയം സന്ധ്യയായി. കുന്നിൻ പുറത്ത് പട്ടം പറപ്പിച്ചിരുന്ന കുട്ടികളും പോയി. ദൂരെ നിന്നും ടക് 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 എന്നൊരു ശബ്ദം. ആരോ കുതിരപ്പുറത്ത് പാഞ്ഞു വരും പോലെ. ആരാ? കമലാസനായിരിക്കും. തോക്കിനകത്ത് ഒരു വെടി വെക്കല്ലേ. ഒന്ന് വേഗം പറയടി. ആ വരുമ്പോ കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു വരിക. വന്ന് 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 അടുത്തെത്തിയത് ചാടി ഇങ്ങനെ ഒരു പിടുത്തം. ആര്? ഞാൻ, എന്റെ തമ്പുരാൻ. ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാ. ഭഗവാനെ, ഇത് നീ സ്വപ്നം കണ്ടാണോ? അല്ല, തന്റെ സ്വപ്നം എന്നും ഇത്രേ ഉള്ളൂ. ഈ വരവും കെട്ടിപ്പിടുത്തവും മാത്രം. ഇവള് ശരിയാവില്ല. അച്ഛൻ IAS കാരന്റെ സ്വപ്നവും മകൾക്ക് പൊന്നു തമ്പുരാനും. ഇതെവിടെ ചെന്നെത്തുമോ ആവോ. ബേട്ടാ, അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോയിരിക്കും. എനിക്ക് വട്ട് കളിക്കണം മാജി. കളിക്കാതെ തന്നെ നമുക്കൊക്കെ വട്ടാണെന്നാ നാട്ടുകാർ പറയുന്നത്. മോനൊരു കാര്യം ചെയ്യും, നമ്മുടെ പശുവിനെ ആ കുട്ടനാരുടെ വയലിറക്കി നല്ലോണം വയറ് നിറക്കി. ഓക്കെ ബേട്ടി? അന്ന് തന്നെ പശു നെല്ലെല്ലാം തിന്നെന്ന് പറഞ്ഞ ആ കുട്ടനായര് വേണ്ട ചീത്ത പറഞ്ഞതാ. എനിക്ക് ചവിട്ടും കിട്ടി. നല്ലോണം കിട്ടിയോ? മാജി വരുമ്പോ ആ ഉടുപ്പിന്റെ കടയിൽ നിന്ന് തേങ്ങ പിണ്ണാക്കി ചക്കരി കൊണ്ടുതരാം കേട്ടോ. സത്യമായിട്ടും കൊണ്ടുവരുമോ? കൊണ്ടുതരാം. അച്ചി മാജി. പോടാ. നിങ്ങൾ വിഷമിക്കണ്ട. ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പിടണ്ട. മാഷ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാ മതി. മാഷേന്ന് വിളിച്ചെന്നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റത് വിളിപ്പിക്കാം. മാസം ഒന്നായി കദീസ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഏത് കദീഷു? എന്റെ ആദ്യത്തെ കിട്ടുമോ? അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിന് തന്നെ കിട്ടുന്ന ഇല്ല. എന്നോട് ഇയാളോട് ആരാ പറഞ്ഞ 2-3 കെട്ടാൻ? ഞാനും പറഞ്ഞത് ഇയാളെന്തിനാ പെണ്ണേട്ടാ നടക്കുന്നത്? അധ്യാപകർ എന്ന് പറയുന്ന മാതൃകാ പുരുഷന്മാരാണ്. 5-6 പെണ്ണും കെട്ടി സ്ഥാപനത്തിൽ നടക്കണ്ടാക്കാന്ന് വെച്ചാൽ കുറെ നാളെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. അല്ലേ മാഷ്? മാഷെന്ന് പറയുന്നു അയാൾക്ക് വേണമെന്ന് വെച്ചാൽ 2-3 കല്യാണം കഴിച്ചോട്ടെ. അത് അയാളുടെ ആരോഗ്യം, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. മാഷ് കൊടുത്ത മാഷും കല്യാണം കഴിച്ചോളൂ. ഞാൻ കയറാനുള്ള കാശിന്റെ കാര്യം പറയണോ? ക്യാഷ് കൊടുക്കണം മാഷേ. മാഷെ, ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? എന്റെ മകന് തൽക്കാലം ഒരു ഓപ്പറേഷൻ വേണം. വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 10,000 രൂപ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഓപ്പറേഷൻ നടത്തിയാനെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ. നിങ്ങളുടെ ആരെങ്കിലും നടക്കട്ടെ. എന്നാ വേണ്ട മാഷേ, ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ? എന്നാ മാഷെ.
ഒരാവേശത്തിന് ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത്? മാഷേ ഞാനൊരു ഇസ്ലാമാണ്, ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത്. നിങ്ങളെ ചെയിനും കൂട്ടടിക്ക്. വല്ലാഹി ഇയാൾക്കൊരു മോനുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഓനക്ക് ഇങ്ങനെ ഒരു രോഗമില്ല. പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണമെങ്കിൽ ഇതൊരു കള്ളുഷാപ്പായിനി. കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോൾ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ്. നമ്മളൊക്കെ അധ്യാപകരല്ലേ, നമ്മളൊക്കെ കുടുങ്ങിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷെയർ വേണമെങ്കിൽ വേണോ? എനിക്ക് വേണം. എന്നാ നടക്കി ഷാപ്പിടമേ പോയിട്ട് വരാട്ടാ. കാണാം. നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയിനൂരി കൊടുക്കോ സാറേ? ഏടോ മാളിയക്കൽ അവറാച്ചന്റെ മകൻ കുഞ്ഞിക്കോര എമ്മയാണ് ഞാൻ. എനിക്കറിയാമോ, അവരിപ്പൊ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണങ്ങാനം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാ. അതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയാമോ? 3 രൂപ 50 പൈസ. ഹായ്. ഹായ് ശ്രീയേട്ടൻ. നല്ല ആളാ. കഴിഞ്ഞ വിഷുവിന് വരാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇപ്പൊ യുദ്ധമൊക്കെ ആയപ്പോ പതുക്കെ തടിയെടുത്താവോ അല്ലേ? ഇത്തവണ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല, സുന്ദരമായി തോറ്റു. അതുപോട്ടെ ശ്രീയേട്ടൻ എനിക്ക് എന്താ കൊണ്ടുവന്നേ? നിനക്ക് വേണ്ടി 2-3 സ്കഡ് മിസൈൽ ഉണ്ടെന്നു. കളിക്കരുത് കേട്ടോ. എടി പെണ്ണെ, അവിടെ എന്തെങ്കിലും വാങ്ങാൻ കിട്ടണ്ടേ? യുദ്ധം കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടാനില്ല. നീ ഇപ്പഴാ പഴയ തൊട്ടവാടി തന്നെ. ഇത് നീ പിണങ്ങണ്ടല്ലോ എന്ന് കരുതി ബോംബെ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയതാ. പിടിക്ക്. അപ്പോഴേ എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശാലമായി ഒന്ന് കുളിച്ച് മനോഹരമായി വല്ലതൊന്ന് കഴിക്കണം. വാ. അത് മാത്രം മറക്കില്ല. രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നത് ഇപ്പഴാ. ശ്രീയേട്ടന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ മാങ്ങാ കൊതി. പത്തായപ്പുരയിലെ ഉപ്പിലിട്ട മാങ്ങ കട്ടുന്നതിന് എത്രയാ തല്ലുകൊണ്ടുള്ള ചെറുതില്. ദാ പുളിവാറിലെ പാടം ഇപ്പോഴും ഉണ്ട് കാലില്. എന്തേ നിന്റെ കല്യാണ കാര്യം? IAS വല്ലതും തടഞ്ഞോ? IAS എന്താ കൊമ്പുണ്ടോ? ആ ഉണ്ടെന്നല്ലേ നിന്റെ അച്ഛൻ പറയുന്നത്. എന്റെ കാര്യം ഇവിടെ നിക്കട്ടെ. ശ്രീയേട്ടൻ എന്താ കല്യാണം കഴിക്കത്തെ? അക്കരേന്ന് പോരുമ്പോ ഒരു സുന്ദരിയെ തട്ടിക്കൊണ്ട് പോരുമെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, അത് ശ്രമിക്കാനിട്ടല്ല. പിന്നെ എന്റെ ഈ തിരുമോന്തണ്ട ഏത് പെണ്ണാ കൂടെ പോലെ? അത് ശരിയാ. അച്ഛൻ വന്നു. പുറത്ത് കാറ് കണ്ടപ്പോഴേ വിചാരിച്ചു നീ ആയിരിക്കുമെന്ന്. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. ഇതെന്താ മോളെ ഇങ്ങനെയാ ശ്രീകുമാരൻ സൽക്കരിക്ക? ഞാൻ എന്ത് ചെയ്യാനാച്ചാ? കഞ്ഞിയും മാങ്ങാക്കറിയും തന്നെ വേണമെന്ന് ശ്രീയേട്ടനാ പറഞ്ഞേ. ആ അതാണ് നമ്മുടെ തറവാടിന്റെ ഗുണം. എവിടെ പോയാലും നമ്മുടെ നാടിന്റെ രീതി മറന്ന് ജീവിക്കരുത്. അമ്മാവൻ പറഞ്ഞു കേട്ടല്ലോ, ഏത് IAS കിട്ടിയാലും ശരി ഇതെല്ലാം ഓർമ്മ വേണം. കവിത എന്താണ് ഈ നേരത്തെ ഇങ്ങോട്ട്? കവിത എന്താണ് ഈ നേരത്തെ? ഒരു സംശയം. എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു 10-250 ഒന്നായിട്ട് ഇങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ. രാഗവിലോല എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസ്രാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ പെരുക്കാനോ. എനിക്കൊരു സംശയമില്ല മാഷേ. അത് മാഷല്ലേ പഠിപ്പിക്കുന്നേ? അയ്യോ, ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ, മാഷിന് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ട്. കുട്ടിക്ക് അത് മനസ്സിലായി? ആ അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്ന് ആരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ച് ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപ മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ചയാ ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസായിരിക്കും. പിന്നെ ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ ആരും ഇല്ലല്ലോ. പറയണമെന്നുണ്ട് മാഷേ, പക്ഷെ ഭയങ്കര നാണം വരുന്നു.
നാണപ്പിരിക്കില്ലാഞ്ഞിട്ടല്ലോ, പക്ഷെ നമ്മൾ ചില സമയത്ത് അതൊക്കെ മറക്കണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷേ, ഞാൻ പറഞ്ഞ മാഷിനത് വല്ലാണ്ടാവില്ലല്ലോ? ഒരു വല്ലാണ്ടില്ല, എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷിന് ഈ കഷണ്ടത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട്.